കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലിവർപൂൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫിയർ ഫാക്ടർ കുറഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു പ്രകടനമാണ് ലിവർപൂളിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി പ്രീമിയർ ലീഗിൽ ഇന്നിപ്പോൾ അവർ വീണ്ടും തോറ്റിരിക്കുകയാണ്. 3-0 എന്നുള്ള രീതിയിലാണ് അവർ തോറ്റിട്ടുണ്ടായിരുന്നത്. മാൻ സിറ്റിയുടെ സ്റ്റേഡിയത്തിൽ പോയിട്ടുള്ള എവേ മത്സരത്തിൽ അവർ തോറ്റിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ അവരുടെ 4ാമത്തെ ഡിഫീറ്റാണ് എവേ ഗ്രൗണ്ടിൽ. ഇപ്പോൾ അവർ ഹോമിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ കളിയിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. ആസ്റ്റൺ വില്ലയ്ക്കെതിരെ നല്ലൊരു രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും റയൽ മാഡ്രിഡിനെതിരെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു കഴിഞ്ഞ ഒരു സീസണിൽ അവർ ചാമ്പ്യന്മാരായപ്പോൾ നടത്തിയിട്ടുള്ള ഒരു റണ്ണിൻ്റെ ഒരു ഗ്ലിംസസ് ഒക്കെ തരുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഈ 2 കളികളിലും അവർ വീണ്ടും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള ഈ ഒരു സീസണിൽ ലിവർപൂളിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഗെയിംസ് എന്ന് പറയുന്നുള്ള ഈ ഒരു ഫിക്ചറിൽ അവർ 3-0 എന്നുള്ള രീതിയിൽ തോറ്റിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിന് വേണ്ടിയിട്ട് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളെല്ലാം തിരിഞ്ഞപ്പോൾ മാച്ച് വീക്ക് 11 ശേഷം ലിവർപൂൾ ഇപ്പോൾ 8ാമതാണ് നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ കൊല്ലത്തെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാണ് ഇപ്പോൾ 8ാമത്തെ നിലയിൽ നിൽക്കുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സാഹചര്യത്തിൽ. സോ ഇങ്ങനെ പോയാൽ പറ്റില്ല. അവർക്ക് എന്തായാലും ആ ഒരു ചേഞ്ച് കൊണ്ടുവരണം. അവരുടെ പ്ലേയിങ് സ്റ്റൈലിലാണെങ്കിലും അവർക്കിനി പ്രോപ്പറായിട്ടുള്ള ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റാത്ത പ്ലേയേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ അവർ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണെങ്കിൽ. അങ്ങനെ അല്ലാതെ അവർക്ക് പ്രോഗ്രസ് ചെയ്ത് പോകാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. സോ എന്തായാലും ഇനി മാച്ച് റിവ്യൂ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു വിങ് ബാക്ക് സ്റ്റോറീസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ലിവർപൂൾ മത്സരത്തെക്കുറിച്ചാണ്. ഒരു ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ് ആണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വക. നമുക്കറിയാം സ്കോർ ലൈൻ എന്ന് പറയുന്നത് 3-0 ആണ്. കളി കണ്ടവർക്ക് അറിയാം സിറ്റി നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചിരുന്നു. അവർ കിട്ടിയ അവസരങ്ങളെല്ലാം നല്ല ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ടും അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എല്ലാം കാഴ്ചവെച്ച സിറ്റി ആയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ്സാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിരുന്ന ഒരു കാര്യമാണ് ഡിഫെൻസീവിലുള്ള ആ ഒരു ഡിസിപ്ലിൻ. ആ ഒരു ഡിസിപ്ലിൻ പെപ്പിൻ്റെ ടീമിന് ഈ ഒരു കളിയിൽ നല്ല രീതിയിൽ കാഴ്ചവെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് തവണ ലിവർപൂൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോഴും ആ ഒരു മാൻ ടു മാൻ മാർക്കിങ് നല്ല രീതിയിൽ ചെയ്യാനും അതുപോലെ തന്നെ ഓഫ് സൈഡ് ട്രാപ്പ് വെച്ചിട്ട് ലിവർപൂളിനെ അതിൽ പെടുത്താനായിട്ടും സിറ്റി വളരെ മനോഹരമായിട്ട് അത് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇത്തരം കാര്യങ്ങളിൽ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നല്ല രീതിയിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിൽ കുറേ കൂടി പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ലിവർപൂളിന് കാര്യമായിട്ടൊരു അറ്റാക്ക് പോലും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ കൂടെ ലിവർപൂളിന് 1-2 സമയത്ത് മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ എന്തെങ്കിലും എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിലും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിലൊന്നും വന്നിട്ടുണ്ടായിരുന്നത് വിജിൽ വാൻഡാക്കിൻ്റെ ആ ഒരു എന്താ പറയുക VAR ഇടപെട്ടിട്ട് ഡിസലോ ചെയ്തിട്ടുള്ള ആ ഒരു ഗോളായിരുന്നു. അതുപോലെ തന്നെ 75ാം മിനിറ്റിൽ ഒരു ഷബാസ്ലയുടെ ഒരു പോസ്റ്റിനെ പുറത്ത് വെച്ചിട്ടുള്ളൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ഈ 2 അവസരങ്ങളിൽ മാത്രമാണ് ലിവർപൂൾ മത്സരത്തിൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു മാഞ്ചസ്റ്റർ സിറ്റി ഡോമിനൻറ്റ് പെർഫോമൻസാണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പെപ് ഗാർഡിയോളയുടെ 1000ാമത്തെ ക്ലബ് മത്സരമായിരുന്നത്. അദ്ദേഹം മാനേജ് ചെയ്യുന്ന 1000ാമത്തെ മത്സരത്തിൽ അദ്ദേഹം 716 വിൻസാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. വാട്ട് ആൻ ഇൻക്രെഡിബിൾ മാനേജർ ഹി ഈസ്. അദ്ദേഹം ആ ഒരു ടീമിനെ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതെന്നും എങ്ങനെയാണ് പുതിയ പുതിയ പ്ലെയേഴ്സിനെ ടീമിനായിട്ട് ജെല്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതെല്ലാം ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം ആർനെ സ്ലോട്ട് ആയാലും കഴിഞ്ഞ ആ ഒരു സീസണിൽ അദ്ദേഹത്തിന് ആ ഒരു പ്ലേയേഴ്സിനെ വെച്ചിട്ട് ലീഗ് കിരീടം സ്വന്തമാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ പ്ലേയേഴ്സ് വന്നപ്പോൾ ആ ടീമിനെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ പോലെ ഒരു അൺസ്റ്റോപ്പബിൾ ഫോഴ്സായിട്ട് ആ ടീമിനെ കൊണ്ട് കളിപ്പിക്കാനോ അദ്ദേഹം വളരെയേറെ ബുദ്ധിമുട്ടുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മാത്രമല്ല ഒരുപാട് മാനേജർമാർ അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലും തനിക്ക് കിട്ടുന്ന പുതിയ പ്ലേയേഴ്സ് ഒരുപാട് താരങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും ട്രാൻസ്ഫർ വഴിയാണെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഉള്ള താരങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ള താരങ്ങൾ ആരൊക്കെയാണോ അത് കൃത്യമായിട്ട് ടീമിലേക്ക് കൊണ്ടെത്തിക്കാനും അവരുടെ പ്രകടനം ഇമ്പ്രൂവ് ചെയ്തിട്ട് ടീമിൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും പെപ് ഗാർഡിയോളയ്ക്ക് സാധിച്ചിട്ടുണ്ട്.
സോ അതൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പെപ്പിന് നമ്മളിവിടെ അപ്രിസിയേഷൻ കൊടുത്തേ മതിയാവും. മത്സരത്തിന് ശേഷം പെപ്പിൻ്റെ സെലിബ്രേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഡിസേർവിംഗ് ആണ് അത്തരത്തിലുള്ള സെലിബ്രേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയറാണ് ജെറമി ഡോക്കു. അദ്ദേഹത്തിൻ്റെ 100ാമത്തെ മത്സരമായിരുന്നു മാൻ സിറ്റിക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ 24 മത്സരങ്ങളിലായിട്ട് അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിൽ ഒരു ഗോൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കളിയിൽ എന്തൊരു പെർഫോമൻസാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. കോണർ ബ്രാഡ്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയായിരുന്നു ഡോക്കോ ആ ഒരു സൈഡിൽ. അദ്ദേഹം ട്വിസ്റ്റ് ചെയ്യാനും ടേൺ ചെയ്യാനും ഡയറക്റ്റ് റണ്ണുകൾ നടത്താനും അതുപോലെ തന്നെ കട്ടിങ് സൈഡ് ചെയ്തിട്ട് ഷോട്ടുകൾ എതിർക്കാനും എല്ലാം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സൈഡിൽ ഡോക്കു അത്രയും ഒരു ത്രെറ്റായിട്ട് നിൽക്കുന്നിടത്തുകൊണ്ട് അവർക്ക് അതുകൂടെ ബോൾ പ്രോഗ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈവൻ സലയ്ക്ക് കിട്ടുന്ന ബോളുകളാണെങ്കിൽ പോലും അദ്ദേഹത്തിനും അവിടെ സിറ്റിനെ മറികടന്ന് പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒറൈലി എന്ന് പറയുന്ന സിറ്റിയുടെ ലെഫ്റ്റ് ബാക്ക് സലയെ നല്ല രീതിയിൽ ട്രാപ്പ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. സ്ഥിരം ഒരു കാഴ്ചയായിരുന്നു മത്സരത്തിലുടനീളം. സലയ്ക്ക് ബോൾ കിട്ടുന്നു, അദ്ദേഹം പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഒറൈലി അവിടെ നിന്ന് തടയുന്നു. ഇതന്നെ റിപ്പീറ്റായിട്ട് ഒരുപാട് തവണ നടന്നിട്ടുണ്ടായിരുന്നു. മാൻ സിറ്റി ആരാധകരെല്ലാം അതിനെല്ലാം എല്ലാ പെർഫോമൻസിലും ആ ഒരു സൈഡിൽ നടക്കുന്ന ഈ ബ്ലോക്കുകൾക്കെല്ലാം ചെയർ ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഒറൈലിക്ക്. അതുപോലെ തന്നെ പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയറാണ് ഹാളണ്ട്. ഒബ്വിയസ്ലി നമുക്കറിയാം അദ്ദേഹം ഗോൾ അടിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു, അദ്ദേഹം ഗോൾ അടിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്തൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് 2 ഗോൾ അടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ. ആദ്യത്തെ അവസരം വരുന്നത് ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പെനാൽറ്റി ഡിസിഷനിലായിരുന്നു. ആദ്യം ആ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ റെഫറി പെനാൽറ്റി വിധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ VAR പോയി ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ സ്ലൈറ്റ് ആയിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഗോൾ കീപ്പറായിട്ട് ഡോക്കിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊരു പെനാൽറ്റി ആയിട്ട് വിധിക്കുകയാണ്. പക്ഷേ അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു. എന്നാൽ അങ്ങനെയുള്ളൊരു ഗോൾ തനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടെന്ന പോലെയാണ് ഹാളണ്ട് ആ ഒരു പെനാൽറ്റി കിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഗോൾ കീപ്പറായിട്ടുള്ള മമദഷ്വിലി അത് സേവ് ചെയ്തു. അതിനുശേഷം ലിവർപൂൾ എലവേറ്റ് ആവുന്ന രീതിയിൽ കണ്ടതാണ്. പക്ഷെ പിന്നീട് കളി ആ ഒരു രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സിറ്റി ആ ഒരു ഗോൾ നേടുന്നത്. ആ ഒരു ഗോൾ നേടുന്നത് സിറ്റിയുടെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുകയായിരുന്നു. ആ ക്രോസിലേക്ക് മനോഹരമായിട്ട് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാളണ്ടാണ്. അത് ആ ഒരു ഫാർ പോസ്റ്റിലേക്ക് ഒരു ലൂപ്പിംഗ് ഹെഡറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1-0 എന്നുള്ള രീതിയിൽ 29ാമത്തെ മിനിറ്റിൽ സിറ്റി കളിയിലേക്ക് മുന്നോട്ട് വരികയാണ്. പിന്നീട് വീണ്ടും സിറ്റി ആയിരുന്നു കൂടുതലും ബോൾ പൊസിഷൻ കൈകാര്യം ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ലിവർപൂളിന് ബോൾ കിട്ടുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ബോളുകൾ ത്രൂ ബോളുകൾ കൊടുത്തിട്ട് സിറ്റിയുടെ ഡിഫൻസിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ വീണ്ടും പിന്നെ കളി ഇഞ്ചുറി ടൈമിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. 7 മിനിറ്റോളം ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇഞ്ചുറി ടൈമിൻ്റെ 3ാമത്തെ മിനിറ്റിലാണ് സിറ്റി 2ാമത്തെ ഗോൾ നേടുന്നത്. സിറ്റിയുടെ 2ാമത്തെ ഗോൾ വരുന്നത് ഇഞ്ചുറി ടൈമിൻ്റെ 3ാമത്തെ മിനിറ്റിലായിരുന്നു. ആ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് നീഗോ ഗോൺസാൽവസ് ആണ്. അദ്ദേഹം ബോക്സിന് പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ബോള് അദ്ദേഹം ഒരു ലോ ഷോട്ട് അടിക്കുകയാണ്. അത് വാൻഡൈക്കിൽ തട്ടിയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് പോസ്റ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. മമദഷ്വിലി ഓൾറെഡി ആ ഷോട്ടിനനുസരിച്ചിട്ട് ലെഫ്റ്റിലേക്ക് ഓൾറെഡി ചാടാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡിഫ്ലക്ഷൻ കാരണം അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ആ ബോളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹാഫ് ടൈം പിരിയുന്ന സമയത്ത് 2-0 എന്നുള്ള രീതിയിൽ സിറ്റി ലീഡ് ചെയ്യാണ്. പിന്നെ ഹാഫ് ടൈമിന് ശേഷം സിറ്റിക്ക് അവരൊരു നിലപാടോടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. മത്സരം സീ ഔട്ട് ചെയ്യുക. ഓൾറെഡി അവർക്ക് ഒരു 2-0 ലീഡ് ഉണ്ട്. ആ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക, മത്സരം സീ ഔട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് സിറ്റി വന്നിട്ടുണ്ടായിരുന്നത്. ലിവർപൂളിനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു അറ്റംപ്റ്റോ അല്ലെങ്കിൽ ഒരു ഗോളോ നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഒരു രീതിയിലുള്ള ഒരു പ്രകടനം കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 55ാമത്തെ മിനിറ്റിൽ കേക്കേഴ്സിനെയും അതുപോലെ തന്നെ കോഡി ഗാക്പോനെയൊക്കെ സ്ലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗാക്പോ വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു ബോളിലേക്ക് അദ്ദേഹം അറ്റാക്ക് ചെയ്ത് വന്നിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഡിഫിക്കൽട്ട് ആംഗിളിൽ നിന്നായിരുന്നു. പക്ഷെ അതിനുശേഷം ഗാക്പോനെ പിന്നെ നമ്മൾ മത്സരത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ബോൾ എപ്പോഴാണ് റിസീവ് ചെയ്യുന്നത്, അദ്ദേഹം കളിക്കുന്നുണ്ടെന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സോ ഇങ്ങനെ കളി ഇങ്ങനെ പുരോഗമിച്ച് പോകുമ്പോൾ സിറ്റി അവരുടെ 3ാമത്തെ ഗോൾ നേടുകയാണ്. ആ ഗോള് നേടിയിട്ടുണ്ടായിരുന്നത് ജെറമി ഡോക്കാണ്. ഡിസേവിങ് ആയിട്ടുള്ളൊരു ഗോളായിരുന്നു. ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് ഒരുവിധ എല്ലാ പ്ലേയേഴ്സും റൈറ്റ് ഹാൻഡ് സൈഡിലായിരുന്നു. അതായത് സിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് ഒരു ബോൾ കൊടുക്കുകയാണ്.
നിക്കോ ഗോൺസാൽവസ് ആ ബോൾ നിക്കോ ഒറേലി, അതായത് ലെഫ്റ്റ് ബാക്കായിട്ട് ഓടി കയറിയിട്ടുണ്ടായിരുന്ന നിക്കോ ഒറേലിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം അവിടെ ഒരുപാട് സ്പേസിൽ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹം ജസ്റ്റ് ആ ബോൾ പ്രോഗ്രസ് ചെയ്ത് പോയതിന് ശേഷം ഡോക്കുലേക്ക് കൊടുക്കുകയാണ്. ഡോക്ക് 1-2 സ്റ്റെപ്പ് ഓവർ നടത്തിയതിന് ശേഷം വളരെ ഈസിലി എന്ന് തോന്നിപ്പിക്കുന്ന പോലുള്ള ഒരു കേള് ഫിനിഷ് അടിച്ചു കയറ്റിയാണ്. അതൊരു ഡിഫിക്കൽട്ട് ആംഗിളിൽ ഒരുപാട് പ്ലേയേഴ്സിന് ഇടയിൽ കൂടെയാണ് അദ്ദേഹം ഫാർ പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം ആ ഒരു ഭയങ്കര ഈസി ആയിട്ടാണ് ആ ഒരു ഗോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വണ്ടർഫുൾ ഗോളാണ് അദ്ദേഹം അവിടെ അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നല്ല രീതിയിലുള്ള സെലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ഡോക്കിൻ്റെ ഭാഗത്തു നിന്നായാലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സിറ്റി അവിടെ വിജയം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ലിവർപൂളിനെതിരെയുള്ള അവസാനത്തെ ആണി അടിച്ചിട്ടുണ്ടായിരുന്നത് സിറ്റി. അവർ 3-0 എന്നുള്ള രീതിയിൽ ലീഡ് എടുത്തു. അതിനുശേഷം 75ാമത്തെ മിനിറ്റിലാണ് ലിവർപൂളിൻ്റെ ആദ്യത്തെ ഷോട്ട് ഓൺ ടാർഗറ്റ് വരുന്നത്. അത് ഷൊബോസ്ലയുടെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അതൊരു നല്ലൊരു ഷോട്ടായിരുന്നു ഷൊബോസ്ലയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷെ അത് ഈസിലി സേവ് ചെയ്യാണ് ഡൊണാറുമ. പിന്നെ ഒരു അവസരം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഡൊണാറുമ ക്ലിയർ ചെയ്തിരുന്ന ഒരു ബോൾ കേക്കസ് ഹെഡർ വിൻ ചെയ്തിട്ട് വരുമ്പോൾ ആരും ആ ബോളിലേക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ബോളിലേക്ക് ആദ്യം ഓടിയെത്തിയിട്ടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അദ്ദേഹം ബോൾ ക്യാരി ചെയ്ത് പോയിട്ട് ഡൊണാറുമേനെ മറികടന്നിട്ടൊരു സ്കൂപ്പ് ചെയ്തിട്ടുള്ളൊരു ഫിനിഷിന് ട്രൈ ചെയ്തതാണ്. പക്ഷേ ബോൾ അദ്ദേഹത്തിന് ആ ഒരു ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നില്ല. നമുക്കറിയാം കഴിഞ്ഞ സീസണിലാണെങ്കിൽ അതൊരു ഷുവർ ഗോളായിരുന്നു. പക്ഷേ ഈ സീസണിൽ അദ്ദേഹം ആ ഒരു ടച്ചിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ആ ബോൾ വൈഡായി പോവാണ്. അങ്ങനെ ലിവർപൂളിന് ആകെ കൂടി ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടി മത്സരത്തിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. സോ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു. ലിവർപൂൾ പിന്നെയും അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചു, പക്ഷേ അവർക്ക് അതിനുള്ളൊരു ചാൻസോ കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. സിറ്റി വളരെ നല്ല രീതിയിൽ ഗെയിം മാനേജ്മെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അങ്ങനെ 3-0 എന്നുള്ള രീതിയിൽ എത്തിഹാഡ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് പെപ്പിൻ്റെ മാൻ സിറ്റി ആൻസ്ലോട്ടിൻ്റെ ലിവർപൂളിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ആൻസ്ലോട്ടിൻ്റെ കീഴിൽ ഈ ലിവർപൂൾ ടീമിൻ്റെ ഏറ്റവും വലിയ തോൽവിയാണ് ഇപ്പോൾ ഈ നടന്നിട്ടുള്ള ഈ 3-0 എന്നുള്ള ആ ഒരു ഡിഫീറ്റ്. ഇനി ഇന്റർനാഷണൽ ബ്രേക്കാണ്. അതിനുശേഷം ലിവർപൂൾ എങ്ങനെയാണ് തിരിച്ചു വരിക എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടതാണ്. അതിനുശേഷം അവർക്ക് കൂടുതലും വരുന്നത് ഹോം മത്സരങ്ങളാണ്. സോ ഹോം മത്സരങ്ങളിൽ അവരുടെ ഫോം കുറച്ചുകൂടി ബെറ്ററാണ്. സോ അവർ പോയിന്റുകൾ നേടുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും സിറ്റി വിജയത്തോടു കൂടി ഇപ്പോൾ ലീഗിൽ 2ാമതാണ് നിൽക്കുന്നത്. 22 പോയിൻ്റാണ് അവർക്ക് 11 മത്സരങ്ങളിൽ നിന്നുള്ളത്. ആകെ അവരൊക്കെ കൂടുതൽ പോയിന്റുകൾ ഉള്ളത് ആഴ്സണലിൽ മാത്രമാണ്. ആഴ്സണലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അവർക്ക് 26 പോയിൻ്റാണ് ഉള്ളത്. സോ ഇനി അടുത്ത ഗെയിം വീക്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമായിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളായിരിക്കും നെക്സ്റ്റ് ഗെയിം വീക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. സോ നമ്മൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ